നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കൽ പ്രവാസികൾക്ക് ദുരിതം മാത്രം നൽകുന്നതായുള്ള പരാതികൾ ഏറുകയാണ്. പുലർച്ചെ മുതൽ പൊരിവെയിലത്ത് പോലും നീണ്ട വരിയിൽ കാത്തുനിന്നിട്ടും പലർക്കും ടോക്കൺ കിട്ടാതെ മടങ്ങേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നാണ് ലഭ്യമാകുന്ന പ്രധാന പരാതി. കോൺസുലേറ്റ് സേവനങ്ങൾ BLS കേന്ദ്രങ്ങൾ വഴിയാക്കിയതോടെ ഇടപാടുകൾ ഒരു പരിധിവരെ ലളിതമായി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സേവനങ്ങൾ സാധാരണക്കാർക്ക് പ്രയാസകരമായി മാറിയിരിക്കുകയാണ്. പാസ്പോർട്ട് പുതുക്കലടക്കമുള്ള ഇടപാടുകൾ പൂർത്തീകരിക്കാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം. ഇതിനായി വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർക്ക് ബുക്കിംഗ് തീയതി ലഭിക്കുന്നില്ല എന്നാണ് പ്രധാന പ്രതിസന്ധി. എമിറേറ്റിലെ പ്രധാന സേവന കേന്ദ്രമായ ബർദുബായിലെ അൽ ഖലീജ് സെന്ററിൽ പ്രവേശിക്കണമെങ്കിൽ മണിക്കൂറുകളോളം വരിയിൽ കാത്തു നിൽക്കണം. 8 മണിക്ക് തുറക്കുന്ന ഈ വ്യാപാര സമുച്ചയത്തിന് മുന്നിലെ ഫുട്പാത്തിൽ പ്രഭാതം മുതൽ ആളുകൾ വരി നിൽക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് വരിയിൽ ഇടം പിടിച്ചവർ പ്രവേശന കവാടമെത്തുമ്പോൾ നിരാശരായി മടങ്ങേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന കാരണം പറഞ്ഞാണ് സുരക്ഷാ ജീവനക്കാർ ഇവരെ തിരിച്ചയക്കുന്നത് പോലും. എന്നാൽ ഈ മാസം 31 വരെ ഇടപാടുകൾക്ക് അവസരമില്ലെന്നാണ് വെബ്സൈറ്റ് കാണിക്കുന്നത്. ഇതര കേന്ദ്രങ്ങളിലെ സ്ഥിതിയും മറിച്ചല്ല. പ്രീമിയം ലോഞ്ചുകളായി തിരിച്ചവയിൽ തീയതി ലഭിക്കുമെങ്കിലും അവിടെ സേവനങ്ങൾക്ക് അധിക തുക നൽകുകയും ചെയ്യണം. അതേസമയം ജോലിയും വേതനവും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണ പ്രവാസികൾക്ക് ഇത് ആലോചിക്കാൻ പോലും കഴിയുന്നതല്ല. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ പാസ്പോർട്ട് പുതുക്കാൻ വരിയിൽ കാത്തുനിന്ന കുടുംബാംഗങ്ങളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. 10 മണിക്ക് വരുന്ന മാനേജറോട് സംസാരിച്ച ശേഷം തീരുമാനിക്കാമെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ ഇവരോട് പറയുന്നത് പോലും. രാവിലെ 8-ന് തുറക്കുന്ന ഖലീജ് സെന്ററിലെ 1-ാം നിലയിലുള്ള സേവന കേന്ദ്രത്തിൽ ആദ്യം എത്തുന്നവർക്കാണ് രേഖകൾ സമർപ്പിക്കാൻ അവസരം കിട്ടുക എന്നത് മൂലമാണ് പുറത്ത് പ്രഭാതം മുതൽ നീണ്ട നിര രൂപപ്പെടാൻ കാരണം. ജനസാന്ദ്രതയുള്ള മേഖലയായതിനാൽ തന്നെ നടപ്പാതയിലെ ക്യൂ കാൽനടക്കാർക്കും ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന തൊഴിലാളികൾക്കും പ്രയാസം സൃഷ്ടിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവേശനം പരിമിതപ്പെടുത്തിയതും തിരക്ക് കൂടാൻ ഇടയായിരിക്കുന്നു. പുതിയ സേവന കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടോ നിലവിലുള്ളവ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന വിധം പുനഃക്രമീകരിച്ചോ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇടപാട് നടത്തുന്നവരുടെ ആവശ്യം എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.